അടുത്തതായി പഠിക്കാൻ പോകുന്നതാണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള വരുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. അപ്പൊ എങ്ങനെയാണ് രണ്ട് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 4x plus y equal to 5, 3x plus y equal to 4. ഇപ്പൊ രണ്ട് വേരിയബിൾ ആണുള്ളത്. ഫസ്റ്റ് ഡിഗ്രി ആണ്. എക്സിന്റെ പവർ വൈയുടെ പവർ ഒക്കെ 1 തന്നെയാണ്. രണ്ട് ഇക്വേഷൻസ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. അപ്പൊ താഴെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ലെറ്റ് ഫസ്റ്റ് ഇക്വേഷൻ ഈസ് നമ്പേർഡ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദി സെക്കൻഡ് ഇക്വേഷൻ ഈസ് നമ്പേർഡ് ആസ് ഇക്വേഷൻ നമ്പർ 2 എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ നോക്കുക. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ഒന്നുകിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആദ്യം ഒന്ന് കൂട്ടി നോക്കാം. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കൂട്ടി നോക്കുമ്പോ 4x plus 3x 7x കിട്ടും. y plus y 2y കിട്ടും. ഇപ്പൊ 7x plus 2y രണ്ട് വേരിയബിൾ പോയിട്ടില്ല. x അവിടെ തന്നെ ഉണ്ട്, y അവിടെ തന്നെ ഉണ്ട്. അപ്പൊ പ്രശ്നമാണ്. ഇപ്പൊ എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ നമ്മളൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 4x minus 3x x y minus y 0. അപ്പൊ എന്തായി? x എന്ന് പറയുന്ന y എന്ന് പറയുന്ന വേരിയബിൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. പക്ഷെ ഏതെങ്കിലും ഒരു വേരിയബിള് എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കണം. സോ ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ ഇപ്പോ നമ്മള് സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് y എന്ന് പറയുന്ന വേരിയബിളൂടെ പോയി കിട്ടും. അപ്പൊ ഇനി മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടുതൽ പറയാനുള്ളത്, ഇവിടെ y എന്നുള്ളതിന് പകരം 2y എന്നാണെന്ന് വിചാരിക്കുക. ഇവിടെ 3x plus 2y equal to 4 എന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിത് ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും എന്ത് ചെയ്യില്ല? y എന്ന് പറയുന്ന വേരിയബിൾ പോയി കിട്ടില്ല, അല്ലെങ്കിൽ x പോവില്ല. ഇവിടെ 4x രണ്ട് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 4x plus 3x 7x, y plus 2y 3y ആഡ് ചെയ്തപ്പോ രണ്ടും പോയിട്ടില്ല. ഇനി സബ്സ്ട്രാക്ട് ചെയ്താലോ 4x minus 3x x y minus 2y അവിടെയും മൈനസ് y x മൈനസ് y അല്ല, ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാല് x മൈനസ് y ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 7x plus 3y. ഇങ്ങനെ വരുന്ന കേസില് നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള കാര്യം കൂടി ചെയ്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ y എന്ന് പറയുന്ന വേരിയബിള് പോകുമെന്ന് പറഞ്ഞു. നോക്കാം. ഇക്വേഷൻ 1 minus 2. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്നുള്ളത് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. 1 minus 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ എന്ത് കിട്ടും? 4x minus 3x x y minus y 0. പിന്നെ അത് നമ്മുടെ അവിടെ എഴുതേണ്ട കാര്യമില്ല. സോ x is equal to 5 minus 4. രണ്ട് ഭാഗവും ഒരേപോലെ ചെയ്യണം. 5 minus 4 x so 1. സോ x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? അപ്ലൈ x equal to 1. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ x എന്ന് പറയുന്നത് 1 ആണെന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ അപ്ലൈ x equal to 1 in ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? x is equal to 1 എന്നുള്ളത് ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ? 4x plus y equal to 5 എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതില് x is equal to 1 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 into 1 plus y that is equal to 5. Then 4 plus y equal to 5. y is equal to 5 minus 4. ഇവിടെയുള്ള പ്ലസ് 4 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് മൈനസ് 4 ആവും. So 5 minus 4 that is equal to 1. So x is equal to 1 and y also is equal to 1. അടുത്ത ഒരു സെറ്റ് ഇക്വേഷൻ നോക്കാം.
3x minus 2y equal to 8, 5x plus 2y equal to 24. നോക്കാം. ഫസ്റ്റ് ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്നോ സെക്കൻഡ് ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്നോ കൊടുക്കുന്നു. നോക്കാം, ഞാൻ പറഞ്ഞു ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ അവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കണം. അപ്പൊ രണ്ട് ഇക്വേഷനും ആദ്യമായിട്ടൊന്ന് കുറച്ച് നോക്കാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 3x minus 5x 1 minus 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്ത് നോക്കാം. 3x minus 5x minus 2x then minus 2y minus 2y minus 2y ഇവിടെ ഓൾറെഡി minus 2y ആണ്. then minus 2y അതെ minus 2y minus 2y minus 2y minus 2y മൈനസ് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കാനാണ്. സോ മൈനസ് 2y മൈനസ് 2y എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 4y. സോ മൈനസ് 2x മൈനസ് 4y ഈക്വൽ ടു മൈനസ് 16. ഇപ്പൊ ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? 3x ൽ നിന്ന് 5x പോയാൽ 3x മൈനസ് 5x മൈനസ് 2x മൈനസ് 2y മൈനസ് 2y മൈനസ് 4y. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അത് യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടി നോക്കാം. ഇക്വേഷൻ നമ്പർ 1 plus 2 രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. 3x plus 5x 8x minus 2y plus 2y minus 2y plus 2y ഒരു മൈനസോ ഒരു പ്ലസോ മൈനസ് 2 plus 2 0 മൈനസ് 2y plus 2y ഒരു മൈനസ് സംഖ്യയോ ഒരു പ്ലസ് സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ? മൈനസ് 2y plus 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ചെഴുതുമ്പോ എന്തെഴുതാം? 2y minus 2y എന്ന് എഴുതാം അല്ലെ? ഈ പ്ലസ് 2y ആദ്യം എഴുതി, ഈ മൈനസ് 2y രണ്ടാമത് എഴുതി. അപ്പോ 2y മൈനസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്ത് പറ്റി? ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു വേരിയബിള് പോയി കിട്ടും. സോ 3x plus 5x equal to 8x minus 2y plus 2y 0. So 8x is equal to 8 plus 24. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്തത് അത് തന്നെ റൈറ്റ് സൈഡിലും ചെയ്യണം. 8 plus 24 8x equal to 32 8x equal to 32 x is equal to 32 divided by ഈ 8 into x സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവൈഡഡ് ബൈ ആവും. 32 divided by 8 that is equal to 4. ഇനി ഇവിടെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഈ 8 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ മൈനസ് ആക്കിയിട്ട് എഴുതും. അങ്ങനെ മൈനസ് ആക്കിയിട്ട് എഴുതരുത്. കാരണം ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷനിലാണ് കിടക്കുന്നത്. ഈ 8x എന്ന് പറയുന്നത് 8 into x എന്നാണ്. നേരെ മറിച്ച് 8 പ്ലസ് x ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സിമ്പൽ മാറും. 8 പ്ലസ് x ഈക്വൽ ടു 5 എന്നാണ്. ഈ 8 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സിമ്പൽ മാറും. x സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സിമ്പൽ മാറും. പക്ഷെ 8x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷനിലാണ് കിടക്കുന്നത്. ഈ 8x സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്ത് ചെയ്യില്ല? സിമ്പൽ മാറില്ല. 8x equal to 5 x is equal to 5 by 8 എന്നേ വരുള്ളൂ. 5 by minus 8 വരില്ല, അല്ലെങ്കിൽ 5 minus 8 വരില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തെറ്റിക്കരുത്. 8 plus x എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ആഡിങ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ഫംഗ്ഷൻ ആണ്. അങ്ങനെയുള്ള കേസ് നേരെ ഓപ്പോസിറ്റ് മാത്രമേ ആവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്താണോ ഇവിടെ ചെയ്തിട്ടുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. ഇവിടെ 8 plus x എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. സമത്തിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോ ഇത് രണ്ടും തമ്മിൽ മൈനസ് ആവും. ഇവിടെ 8x എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഡിവിഷൻ ആയി മാറും. ഓക്കെ,
നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയത് 4 അത് ഏതെങ്കിലും ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. x is equal to 4 എന്നുള്ളത് ഏതെങ്കിലും ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ x equal to 4 in equation number 1. ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. x equal to 4 എന്ന് ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 3x minus 2y equal to 8. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്ലൈ ചെയ്യുമ്പോൾ 3 into 4 minus 2y equal to 8. 3 into 4 minus 2y equal to 8. Then 12 minus 2y equal to 8. Minus 2y equal to 8 minus 12. ഈ 12 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 12 ആവും. വെട്ടെ മൈനസ് 12. മൈനസ് 2y equal to minus 4. രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ട്. മൈനസ് കട്ട് ചെയ്ത് കളയാം. 2y equal to 4 and y is equal to 4 divided by 2, that is equal to 2. 4 divided by 2 is equal to 2. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. മൈനസ് 2y ഈക്വൽ ടു 4 എന്ന് വിചാരിക്കുക. മൈനസ് 2y ഈക്വൽ ടു 4 എന്നാണ് കിട്ടിയത് വിചാരിക്കുക. ഇവിടെ y കാണുന്ന സമയത്ത് മൈനസ് 2y എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു y ആണ്. രണ്ട് വേരിയബിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൈനസ് 2 എന്ന് പറയുന്ന സംഖ്യയും y എന്ന് പറയുന്ന സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. So y is equal to 4 divided by minus 2 വരും. ഈ മൈനസ് ഇവിടേക്ക് എത്തുമ്പോൾ മാറില്ല. കാരണം ചെയ്യുന്ന ഫംഗ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. So minus 2y equal to 4. So y is equal to 4 divided by minus 2. ആ മൈനസ് എന്താവില്ല, പ്ലസ് ആയി മാറില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഇക്വേഷൻ നോക്കാം. x is equal to 3y. x by 2 plus y equal to 42.5. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പല രൂപത്തിലും എക്സ്പ്രസ് ചെയ്യാം. പല രൂപത്തിലും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പല മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ എല്ലാ മോഡലുകളിലുള്ളത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയില്ല. പല മോഡലുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. So x is equal to 3y, x by 2 plus y equal to 42.5. നമുക്ക് ഇക്വേഷൻ ആദ്യം നമ്പർ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ്? x is equal to 3y. അപ്പൊ വേരിയബിൾസിനെ എല്ലാം നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റാം. അപ്പൊ ഈ 3y എന്ന് പറയുന്നത് സമത്തിന്റെ പുറത്തേക്ക് എത്തുന്ന സമയത്ത് മൈനസ് 3y ആയി മാറും. സോ x മൈനസ് 3y ഈക്വൽ ടു x മൈനസ് 3y ഈക്വൽ ടു. ഇനി സമത്തിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു 3y ആണ്. ആ 3y എന്ന് പറയുന്നത് സമത്തിന്റെ ഇപ്പുറത്തേക്ക് പോകുന്നതോടുകൂടി സമത്തിന്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് 0 ആണ്. സോ x മൈനസ് 3y is equal to 0. Then x by 2 plus y equal to 42.5. എങ്ങനെ ചെയ്യാം? x by 2 plus y that is equal to 42.5. ഇത് ഒരു ഭിന്നസംഖ്യയും ഒരു ഭിന്നസംഖ്യ അല്ലാത്തതും തമ്മിലാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരു സംഖ്യ ഭിന്നസംഖ്യയാണ്, മറ്റൊരു സംഖ്യ ഭിന്നസംഖ്യ അല്ല. അത് രണ്ടും തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോ അവിടെ എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകളുടെ ഓപ്പറേഷൻ എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. 1/2 plus 1/2 തമ്മിൽ ആഡ് ചെയ്യുമ്പോ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ രണ്ട് ഭിന്നസംഖ്യയുടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയും ഒരു ഡിനോമിനേറ്റർ മാത്രം ഇട്ടാൽ മതി. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക 1 plus 1 2 ഡിവൈഡഡ് ബൈ ഒരു ഡിനോമിനേറ്റർ ഇട്ടാൽ മതി. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യരുത്. 2/2 that is equal to 1. വേറെ നോക്കാം. 1/4 plus 5/4. 1/4 plus 5/4. എന്താണ് ചെയ്യേണ്ടത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. എന്താണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുക. That is equal to 6. ഡിനോമിനേറ്റർ അതേപോലെ ഇടുക, ആഡ് ചെയ്യരുത്. So 6 divided by 4.
ഇങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യയും രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്. ഇനി ഡിനോമിനേറ്റേഴ്സ് സെപ്പറേറ്റ് ആണെങ്കിലോ, ഡിനോമിനേറ്റേഴ്സ് സെപ്പറേറ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ത്രീ ബൈ 5 പ്ലസ് 6/8. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെപ്പറേറ്റ് ആണ്. ഒന്നിന്റെ ഡിനോമിനേറ്റർ 5 ആണ്, മറ്റൊന്നിന്റെ ഡിനോമിനേറ്റർ 8 ആണ്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? 3 × 8 പ്ലസ് 5 × 6 പ്ലസ് ഈ പ്ലസ് ആണ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് തന്നെ ഇടണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ടത്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടണം. സോ 3 × 8 പ്ലസ് 5 × 6 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 5ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ആഡ് ചെയ്യരുത്, മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 8 സോ 24 പ്ലസ് 30 divided by 40 that is equal to 54 divided by 40. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയും ഡിനോമിനേറ്റർ അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുക. ഇനി രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെപ്പറേറ്റ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 8 പ്ലസ് 5 × 6 ഡിവൈഡഡ് ബൈ 5 × 8. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3/8 പ്ലസ് 5 3/8 പ്ലസ് 5 എന്ന് പറയുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഇതൊന്ന് ഭിന്നസംഖ്യയാണ്, മറ്റത് ഭിന്നസംഖ്യയേ അല്ല, മറ്റത് ഡിനോമിനേറ്റർ തന്നെ അല്ല. ഇപ്പൊ രണ്ടും ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് അതേപോലെ നിലനിർത്താം എന്ന് പറഞ്ഞു. രണ്ടും ഡിനോമിനേറ്റേഴ്സ് ഡിഫറന്റ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രശ്നം ഡിനോമിനേറ്റർ തന്നെ ഇല്ല. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം അല്ലേ? 5 എന്ന് പറഞ്ഞാലും 5/1 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? 5/1 എന്ന് പറയുന്നത് 5 അല്ലേ? 10/1 10 അല്ലേ? അപ്പൊ 5ന് എന്ത് ചെയ്താൽ മതി? 5/1 എന്നിട്ടാ മതി. 5 എന്ന് പറയുമ്പോൾ 5/1 ആണ്. 5/1 that is equal to 5. 10/1 that is equal to 10. അപ്പൊ എന്ത് ചെയ്യാം? ഇത് രണ്ട് തമ്മിൽ ഇപ്പോ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയല്ലോ. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 1 പ്ലസ് 8 × 5 divided by 8 × 1 that is equal to 3 plus 40 divided by 8 that is equal to 43 divided by 8. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഈ ചാപ്റ്ററില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. x/2 plus y equal to 42.5 ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ y എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? y/1 എന്നിട്ട് കൊടുക്കാം. y ക്ക് പകരം y/1 എന്നിട്ട് ഇടാം. y/1. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാനായല്ലോ. x × 1 x plus 2 × y 2y divided by 2 × 1 2. അപ്പോ x/2 plus y എന്നുള്ളതിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് എന്ത് ചെയ്തു? y ക്ക് നമ്മള് y യുടെ ഡിനോമിനേറ്റർ ആയിട്ട് 1 ഇട്ട് കൊടുത്തു. y divided by 1 equal to y. So x/2 plus y/1. So x × 1 x plus 2 × y 2y divided by 2. So x plus 2y divided by 2 that is equal to 42.5. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഈ അടിയിൽ കിടക്കുന്ന രണ്ടിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ x plus 2y divided by 2 ആണ്. x plus 2y എന്ന് പറയുന്നതിന്റെ ആൻസറിനെ 2 കൊണ്ട് ഹരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ രണ്ടിനെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താവും? അത് ഗുണിക്കണം എന്നായി മാറും. അപ്പോ x plus 2y divided by 2, ഈ divided by 2 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താവും? മൾട്ടിപ്ലൈ ബൈ 2 ആയി മാറും. സോ x plus 2y that is equal to 42.5 into 2 that is equal to 85. So x plus 2y equal to 85. That is equation number 2. So the first equation is അപ്പൊ ഇങ്ങനെയാണ്
നമുക്ക് ഇക്വേഷൻസ് കിട്ടിയത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? x മൈനസ് 3y ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? x പ്ലസ് 2y ഈക്വൽ ടു 85. ഇനി എന്ത് ചെയ്യാം? സാധാരണത്തെ പോലെ തന്നെ സോൾവ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഒഴിവായി പോകണം. അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവോ? ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് x 0, then minus 3y minus 2y minus 5y that is equal to 0 minus 85. 0 minus 85 minus 85. y is equal 5y is equal to 85. രണ്ട് മൈനസും കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടി? 5y is equal to 85. y is equal to 85 divided by 5. 85 divided by 5 is equal to 17. Then y ന്റെ വാല്യൂ എത്രയാണ്? 17 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാൻ മതി? അപ്ലൈ y equal to 17 in any of these equations. ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. x minus 3y is equal to 0. അപ്ലൈ y is equal to 17 in equation number 1. ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. x minus 3y is equal to 0. So x minus 3 into 17 is equal to 0. So x minus 51 equal to 0 and x is equal to minus 51 അപ്പുറത്തേക്ക് പോകുമ്പോൾ plus 51 ആവും. So x is equal to 51. So x is equal to 51, y is equal to 17.